और वोट जिहाद, और वो भी पढ़े लिखे मुसलमान के परिवार से बात आई है। सामान्य मदरसा से निकले हुए किसी बच्चे ने नहीं कहा है। हाईली क्वालिफाइड फैमिली और कांग्रेस के वरिष्ठ पद पर बैठे हुए परिवार, ये मुसलमान परिवार ने कहा है, नारा दिया है वोट जिहाद करो। आप जानते हैं ना जिहाद का मतलब क्या होता है? ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. തീവ്ര ഹിന്ദുത്വവാദങ്ങളും അപരമത വിദ്വേഷവും എന്ന വർഗീയ കാർഡാണ് പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തിൽ ഉടനീളം. ഇന്ന് വീണ്ടും മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുകയുണ്ടായി. ഇന്ത്യ മുന്നണി വോട്ട് ജിഹാദ് നടത്തുന്നു. SC/ST OBC വിഭാഗങ്ങളുടെ സംവരണം മുസ്ലിം വിഭാഗത്തിന് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഖാർഗെയ്ക്കപ്പുറം ആർജവത്തോടെ മോദിക്ക് ഇക്കാര്യത്തിൽ രാഹുലും പ്രിയങ്കയും മറുപടി പറയുന്നുണ്ടോ? രാഹുൽ, ഇതിൽ ഖാർഗെ ഇന്ന് വളരെ വ്യക്തമായൊരു മറുപടി പ്രധാനമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയുണ്ടായി. ഇന്ത്യ ഒട്ടാകെ തങ്ങളുടെ വോട്ട് ബാങ്കാണ് എന്നുള്ളതാണ് അതിന് ഖാർഗെ മറുപടിയായി പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിൻ്റെ താരപ്രചാരകരായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ആ മട്ടിൽ പ്രധാനമന്ത്രിയുടെ ഈ അപരമത വിദ്വേഷത്തിനും മുസ്ലിം വിരോധ പരാമർശത്തിനുമൊക്കെ തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊരു പ്രശ്നം ഈ പ്രചരണ രംഗത്ത് കൂടുതൽ ചർച്ചയാവുന്നുണ്ട്. അമേഠി റായ്ബറേലി സീറ്റിൽ മത്സരം പ്രഖ്യാപിക്കാൻ പോലും ആവാതെ കോൺഗ്രസ് നിൽക്കുന്നു എന്നതുകൂടി കാണണം. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഈ രണ്ട് മണ്ഡലങ്ങളിലും. അമേഠിയിൽ മത്സരിക്കാനുള്ള രാഹുലിൻ്റെ വിമുഖതയാണ് പ്രശ്നമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയോ നാളെ രാവിലെയൊക്കെ തീരുമാനം വന്നേ പറ്റൂ. കാരണം നാളെ കൂടിയേ നോമിനേഷൻ ഉള്ളൂ. അതിനുള്ളിൽ നോമിനേഷൻ സമർപ്പിക്കാനാവും. അതിനുള്ളിൽ ഒരു സ്ഥാനാർത്ഥിയെ മുന്നണിക്ക് അവതരിപ്പിച്ചേ പറ്റൂ. SP ആകട്ടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസിനായി മാറ്റിവിട്ടിരിക്കുന്നു. തലമുറകളായ ആ രണ്ട് സീറ്റും കോൺഗ്രസിൻ്റേത് എന്ന നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മണ്ഡലങ്ങളുമാണ്. മറുഭാഗത്തേക്ക് വീണ്ടും പോയാൽ NDAയിലേക്ക് BJPയിലേക്ക് പോയാൽ ആ ക്യാമ്പിനെ സംബന്ധിച്ച് പ്രജ്വൽ രേവണ്ണ മോദിയുടെ നാരീശക്തി പ്രചാരണത്തെ ഒരു വഴിക്കാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ ബ്രിജ് ഭൂഷണെ ഒഴിവാക്കി മകൻ കരൺ ഭൂഷൺ സിംഗിന് സീറ്റ് നൽകേണ്ടി വന്നു. ബ്രിജ് ഭൂഷൺ എന്നുള്ളത് BJP രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, ദില്ലി രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, അധികാര രാഷ്ട്രീയത്തെ സംബന്ധിച്ച് രാജ്യത്തിന് മുമ്പിൽ ഒരു വില്ലൻ പരിവേഷത്തോടെ കാലങ്ങളായി നിൽക്കുന്ന വ്യക്തി കൂടിയാണ് ബ്രിജ് ഭൂഷൺ MP. കാരണം ഗുസ്തി താരങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഈ മനുഷ്യനെതിരെയായിരുന്നു. സാക്ഷി മാലിക്കിനെ പോലെയൊക്കെയുള്ള ഒളിമ്പിക് മെഡൽ ജേതാക്കൾ ഈ ഗുസ്തിയോട് തന്നെ വിട പറഞ്ഞ് മെഡലുപേക്ഷിച്ച് ആ രംഗത്ത് നിന്ന് വിടവാങ്ങുന്നതിന് ഇടവരുത്തിയത് ബ്രിജ് ഭൂഷണെ പോലെയുള്ള ആളുകളുടെ നടപടികളാണ്. അപ്പോൾ ആ ബ്രിജ് ഭൂഷണെ തൽക്കാലം ഒഴിവാക്കി മകന് ആ സീറ്റ് നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നാരീശക്തി ആ നിലയിൽ ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നൊരു കാലമാണ് എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇനിയിപ്പോൾ അടുത്ത ഘട്ടം മുതൽ മുന്നോട്ട് പോകുമ്പോൾ ഉയർന്നു വരാവുന്ന വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു രീതി, ഇതെല്ലാം അടങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മുടെ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ്, അഡ്വക്കേറ്റ് BG വിഷ്ണു BJP, TJ ശ്രീലാൽ മാധ്യമപ്രവർത്തകൻ. അരുൺകുമാർ, പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന നരേന്ദ്രമോദി ആ പദവിയിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന പ്രചാരണത്തിൻ്റെ രീതി, അതിൻ്റെ അപകടകരമായ തലങ്ങൾ, അത് ആ അർത്ഥത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ടോ, വിലയിരുത്തപ്പെടുന്നുണ്ടോ സമൂഹം ഇന്ത്യ ഒട്ടാകെ എന്നൊരു പ്രശ്നം ഏത് നിലയിലാവും ഈ വിഷയത്തെ ഇപ്പോൾ സമീപിക്കുക? ഇപ്പോൾ ഇന്ത്യ മുന്നണി, ആ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ, ഇപ്പോൾ അഖിലേഷ് ഉത്തർപ്രദേശിൽ, തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ ഒക്കെ വലിയ തോതിൽ ഈ മോദി സർക്കാരിനെതിരെ, BJP രാഷ്ട്രീയത്തിനെതിരെ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഈ അതിതീവ്രമായിട്ടുള്ള ഈ പറഞ്ഞ തീവ്ര ഹിന്ദുത്വ പ്രചാരണം, മുസ്ലിം വിരോധം, അതിലേക്ക് പൂർണ്ണമായും മോദി ഇറങ്ങിക്കഴിഞ്ഞു എന്ന് അദ്ദേഹം നാൾക്ക് നാൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ആ നിലയിൽ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ? ആ നിലയിലേക്കുള്ളൊരു വിമർശനം അതിനെതിരെ രൂപപ്പെട്ടിട്ടുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 350 മുതൽ 400 സീറ്റ് വരെ BJP ഒറ്റയ്ക്ക് നേടി മൂന്നാം തവണ അധികാരത്തിൽ വരും എന്ന പ്രചരണമാണ് നരേന്ദ്രമോദി അടക്കം BJP നേതാക്കന്മാർ മാറി മാറി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 2 അക്കം കടക്കും BJP എന്ന് പ്രഖ്യാപിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ്. അത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ 28 സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന എണ്ണം കൂട്ടിയിട്ടാണ് 350 മുതൽ 400 വരെ എന്ന് കണക്കുകൂട്ടിയത്. എന്നാൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയുടെ ആഭ്യന്തരമായി അവർ നടത്തിയ ഒരു സർവേ പ്രകാരം, ഒരു പഠനം പ്രകാരം കഴിഞ്ഞ തവണ ജയിച്ച 165ഓളം മണ്ഡലങ്ങളിൽ തിരിച്ചടിയുണ്ടാകും എന്ന് ബോധ്യപ്പെട്ട വിവരങ്ങൾ കൃത്യമായി പുറത്തു വന്നതാണ്.
അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി കൂടുതൽ പണിയെടുക്കണമെന്നും ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രത്യേക തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്ന് BJP തീരുമാനിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നു. അതുപോലെ തന്നെ ലോകനീതി CDCS സർവേ പുറത്തു വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഷയം BJP ഉദ്ദേശിക്കുന്നത് 2024 ജനുവരി മാസം 22-ന് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ സജീവ ചർച്ചയായി നിലനിൽക്കേണ്ടത് എന്നതാണ് BJP ഉദ്ദേശിച്ചിരുന്നെങ്കിൽ 71% ആളുകൾ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വികസന വിരോധനം, അഴിമതി തുടങ്ങിയ കാര്യങ്ങളാണ് കേന്ദ്രീകരിക്കുന്നത് എന്നും ഈ രാജ്യത്ത് 90% ആളുകൾ മതനിരപേക്ഷ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വന്നു. ഇത് BJP ക്യാമ്പിൽ വളരെ വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ തന്നെ ആഭ്യന്തര സർവേയിൽ കണ്ടെത്തിയ വിവരങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതും അധികാരത്തിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആലോചിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കുത്തക മാധ്യമങ്ങളെയെല്ലാം കയ്യിലെടുത്ത്, പ്രത്യേകിച്ച് രാജ്യത്തെ ഏകദേശം 85-90% വരുന്ന മാധ്യമങ്ങളെ മുഴുവൻ കയ്യിലെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം, ആ പ്രചരണം എങ്ങനെയെങ്കിലും തീവ്ര ഹിന്ദുത്വ അജണ്ടയിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനും എങ്ങനെയെങ്കിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള അവസാന പോരാട്ടമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങളെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണ്, അവരെല്ലാം കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവരാണ് എന്ന രൂപത്തിൽ തുടങ്ങിയ ആ പ്രചരണം എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഭരണഘടനാപരമായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ വലിയ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് BJP നേതൃത്വം കൊടുക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന താലി വരെ നിങ്ങൾക്ക് നഷ്ടപ്പെടും, അത് പൊട്ടിച്ച് കൊണ്ടുപോയി ഇസ്ലാം മതത്തിലുള്ളവർക്ക് വേണ്ടി വിതരണം ചെയ്യും എന്നെല്ലാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ നോക്കുകുത്തിയായി മാറിയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഏറ്റവും വലിയ ശക്തി പ്രകടിപ്പിച്ച ഘട്ടങ്ങളെല്ലാം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നിരവധി പരാതി കിട്ടിയിട്ടും ആ പരാതിയിൽ ഒരു തരത്തിലുള്ള ആക്ഷനും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനോട് അല്ലെങ്കിൽ സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചു എന്ന രൂപത്തിൽ വളരെ ബാലിശമായിട്ടുള്ള വിശദീകരണമാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെ നോക്കുകുത്തിയാക്കി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഓരോ ദിവസവും തുടരുന്ന കാഴ്ച നാം കാണുകയാണ്. ഇവിടെ SC/ST വിഭാഗത്തിൽപ്പെടുന്നവരുടെ സംവരണം എടുത്തു കളയുമെന്നും ആ സംവരണം ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി വീതം വയ്ക്കുമെന്നും അതുപോലെ തന്നെ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്നും ഈ രാജ്യത്തെ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ അനുകൂലമായിട്ടാണെന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ മുദ്രാവാക്യങ്ങളെ ഒരിക്കലും ജനങ്ങളിൽ വിഭജിക്കാൻ പാകത്തിന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള, ഒരിക്കലും പ്രചരിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ പ്രധാനമന്ത്രി തന്നെ പ്രചരിപ്പിക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എന്ന രൂപത്തിൽ നടത്തുന്ന പ്രചരണമായിട്ടാണ് കാണുന്നത്. ദൃശ്യമാധ്യമങ്ങളും അതുപോലെ മറ്റു മാധ്യമങ്ങളുമെല്ലാം പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഘടന രാഷ്ട്രീയത്തെ ഒരു തരത്തിലും വാർത്തയാക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഓരോ സംസ്ഥാനത്തും നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും സോഷ്യൽ മീഡിയയിലും അടക്കം വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ധ്രുവീകരണത്തിനെതിരെ വളർന്നു വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച എല്ലാ മുദ്രാവാക്യങ്ങളും തകർന്ന് തരിപ്പണമാക്കപ്പെട്ടു. ഇവിടെ പ്രജിൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചത് ഇയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ അത് എനിക്ക് സഹായകമാകും എന്ന തിങ്ങി നിറഞ്ഞ ജനസ്കൂട്ടത്തെ നോക്കി അദ്ദേഹം പ്രസംഗിച്ചതാണ്. ഇപ്പോൾ ഏകദേശം 2976 വീഡിയോ ക്ലിപ്പിങ്ങുകൾ, അതും പാവപ്പെട്ട സ്ത്രീകളെ ഹരാസ് ചെയ്യുന്ന, അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ 100-400 സ്ത്രീകളുണ്ട് എന്നതാണ് കേൾക്കുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വരെ കർണാടകത്തും പ്രാന്തപ്രദേശങ്ങളിലുമെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായും എല്ലാം കുറ്റകരമായിട്ടുള്ള മൗനം ആ വിഷയത്തിൽ തുടരുകയാണ്. ഇവിടെ കൃത്യമായി ശരത് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ഇപ്പോൾ ഇന്ന് സീറ്റ് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ആ സീറ്റ് അദ്ദേഹത്തിന്റെ മകന് കൊടുത്തിരിക്കുകയാണ്. നാരീശക്തി എന്നെല്ലാം പറഞ്ഞ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നെല്ലാം പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെന്റ്, അത് പുതിയ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി തുടരുന്ന ഗവൺമെന്റ് ആ പറഞ്ഞ വാക്കുമായി ഒരു തരത്തിലും പുലബന്ധമില്ലാത്ത തരത്തിൽ അതമ്പതിച്ചു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാൻ വേണ്ടി വലിയ നുണപ്രചരണം നടത്തി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് നടന്ന 190ഓളം മണ്ഡലങ്ങളിൽ സജീവമായിട്ട് ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ BJP വളരെ അങ്കലാപ്പിലാണ്. അതുകൊണ്ട് തീവ്ര വർഗീയ അജണ്ടയുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിന് ജനങ്ങൾ ശക്തമായി തിരിച്ചറിയും എന്നതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ശ്രീ അനിൽ ബോസ്, മോദി ഗ്യാരണ്ടി, നമ്മളെല്ലാം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു വാദം വികസനം എന്നുള്ളതായിരുന്നു. നിങ്ങളുടെയൊക്കെ ചർച്ചകളിൽ തൊട്ടപ്പുറത്തും ഒക്കെ നിന്ന BJP പ്രതിനിധികളിൽ നിന്ന് അതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. രാഷ്ട്രീയം ഒഴിവാക്കി വികസനത്തിൻ്റെ അന്തിമ വാക്കാണ്, മുഖമുദ്രയാണ് മോദി എന്ന നിലയിലേക്കുള്ള ഒരു പ്രചാരണം വിട്ട് മൂന്നാം ഘട്ടം മുതൽ അതിതീവ്രമായ ഹിന്ദുത്വ കാർഡിറക്കുന്നു, മുസ്ലിം വിരോധം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ ഏതാണ്ട് ഒരു 250ഓളം സീറ്റിൽ നേർക്കുനേർ BJPയുമായി ഏറ്റുമുട്ടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ആ പല കാരണങ്ങൾ കൊണ്ട് പ്രഹരശേഷി BJPക്ക് മേൽ കോൺഗ്രസ്സിന് സൃഷ്ടിക്കാവുന്ന പ്രഹരശേഷി, സ്ട്രൈക്ക് റേറ്റ്, അത് പല കാരണങ്ങളും കൊണ്ട് വല്ലാതെ ദുർബലമായ കുറഞ്ഞുപോയൊരു അന്തരീക്ഷം രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള അതിപ്രധാനമായ വിഷയങ്ങൾ വരുമ്പോൾ അതേ മട്ടിൽ വളരെ ശക്തമായി അതിനോട് പ്രതികരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഖാർഗെയുടെ മറുപടിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ പ്രചരണ രംഗത്ത് ജനങ്ങൾ ഉറ്റുനോക്കുന്ന കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ്, പ്രിയങ്ക ഗാന്ധിയാണ്. അവർ ഈ പ്രചാരണത്തെ നയിക്കുമ്പോൾ അവരുടെ ശക്തമായ മറുപടികളിൽ മോദിയുടെ ഈ മുസ്ലിം വിരോധത്തിനെതിരായിട്ടുള്ള ആ ന്യൂനപക്ഷത്തിന്, ആ വിഭാഗത്തിന് പിന്തുണ നൽകുന്ന നിലയിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? ആ അർത്ഥത്തിൽ മോദിയെ തുറന്നുകാട്ടാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ഒന്ന്, ഇന്ത്യയിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് മത്സരിപ്പിക്കാത്ത ഒരു പാർട്ടിയെക്കുറിച്ചും പ്രധാനമന്ത്രി പദത്തിലെത്താൻ മുസ്ലിം സാമാന്യ സമൂഹത്തെ അറുങ്കൊല ചെയ്തിട്ട് ആ കൊലക്കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിച്ച കാട്ടാള മനസ്സുള്ള ഒരാളെക്കുറിച്ചുമാണ് നിങ്ങൾ ഈ ചർച്ചയിൽ പ്രതിപാദിച്ച് സമയമെടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുമെന്ന് ഈ രാജ്യം മുഴുവൻ പ്രതീക്ഷിച്ച ആൾ ലാൽ കൃഷ്ണ അദ്വാനിയാണ്. രാജ്യത്തെ ജനങ്ങളെ ജാതീയമായി ഏറ്റവും വലിയ വേർതിരിവിന് നേതൃത്വം നൽകിയ വ്യക്തിയും അദ്ദേഹമാണ്. രാജ്യത്ത് നടത്തിയ രഥയാത്രയിലൂടെയാണ് ഇത്രയും വലിയ മതസ്പർദ്ധ, വർഗീയത ഇവിടെ ആളിക്കത്തിയത്. പക്ഷേ ആളിക്കത്തിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു, പ്രധാനമന്ത്രി പദത്തിലെത്തുക. അതിനെ ഓവർകം ചെയ്യാൻ ആളുകളെ ഭിന്നിപ്പിക്കുന്നതിനേക്കാൾ രൂക്ഷമായ ഹീറോയിസം മുസ്ലിം കൂട്ടക്കൊലയാണ് എന്ന് കണ്ട് അതിന് കൃത്യമായ പ്ലാനിംഗ് നടത്തി ആ കൃത്യമായി അത് നടപ്പിലാക്കി ഒരു ഘട്ടത്തിൽ അദ്വാനിയെയും കടന്ന് തീവ്ര ഹിന്ദു ഹീറോ എന്ന പരിവേഷത്തിലേക്ക് പോയിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അപ്പോൾ അറുങ്കൊല ചെയ്ത ഒരാളെക്കുറിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാ സന്ദർഭത്തിലും മുസ്ലിം വിരുദ്ധത മാത്രം പ്രസംഗിക്കുന്ന ഒരാളെക്കുറിച്ച്, വർഗീയത മാത്രം നാവിൽ നിന്ന് വരുന്ന ഒരാളെക്കുറിച്ച്, ആ തൻ്റെ പാർട്ടിയിൽ ഒരു ജനാധിപത്യ മര്യാദയുടെ പേരിൽ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് മത്സരിപ്പിക്കാത്ത ഒരാളെക്കുറിച്ച് ഇന്ന് പറയുന്നതൊക്കെ ചെയ്തു വന്ന പല പ്രവൃത്തികളുടെ തുടർച്ച മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വളരെ ക്രിയാത്മകമായി കോൺഗ്രസ് എന്തായാലും രാജ്യത്തെ പലപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇപ്പോൾ നടക്കുന്നതല്ല, നടന്ന 17 തെരഞ്ഞെടുപ്പുകളിൽ 11 തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുകയും ഈ രാജ്യത്ത് ഇത്രയും മോശമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് ഒരിക്കൽ പോലും കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടില്ല. കോൺഗ്രസ് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കോൺഗ്രസ് 11 തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോഴും 60 ആണ്ടുകളോളം ഭരിക്കുമ്പോഴും രാജ്യത്തൊരിക്കലും ഇത്രയും ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല. ഒരു സമുദായത്തെയും നമ്മൾ ചൂണ്ടുവിരലിൽ നിർത്തിയിട്ടില്ല. എല്ലാവരെയും ഉൾക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് അങ്ങനെ മാത്രമേ പോകാൻ കഴിയൂ, നാളെയും അങ്ങനെ തന്നെ പോകും. പിന്നെ BJP എല്ലാ കാലത്തും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തിക്കെതിരെ ഇന്നല്ലല്ലോ കോൺഗ്രസ് എതിർക്കുന്നത്. കോൺഗ്രസ് എല്ലാ കാലത്തും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഓരോ സന്ദർഭത്തിലും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നതിന്റെ പ്രചാരണ കാലത്ത് മോദി ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ എന്താണ് അതിന് മറുപടിയായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്? അതിനെതിരായ ഒരു സ്ട്രാറ്റജി എന്താണ്? കുറച്ചുകൂടി നേരിട്ട് തന്നെ ചോദിച്ചാൽ, രാഹുൽ ഗാന്ധി ഇതിനെതിരായി പറഞ്ഞ, പ്രിയങ്ക ഗാന്ധി ഇതിനെതിരായി പറഞ്ഞ, തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന, മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ശക്തമായ മോദിക്ക് താക്കീതും മറുപടിയുമാകുന്ന ഒരു വാചകം ഈ ചർച്ചയിൽ താങ്കൾക്ക് അവതരിപ്പിക്കാമോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, രാജ്യത്ത് വികസനോന്മുഖ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇന്ന് ആ വാക്ക് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായത് ആരുടെ പ്രചരണം കൊണ്ടാണ്? രാഹുൽ ഗാന്ധിയുടെ പ്രചരണം കൊണ്ട്, പുതിയ കാര്യത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രചരണം കൊണ്ടാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്നത്തെ ഏറ്റവും നല്ല ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ അരുൺ സംസാരിച്ചപ്പം കേട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, ഞാനൊന്ന് പറയട്ടെ. നമ്മൾ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് വരേണ്ട ഒരു ഘട്ടമായില്ലല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ. അപ്പോൾ നിലവിൽ
ഈ കഴിഞ്ഞ 10 വർഷക്കാലവും ഇതിനു മുമ്പും ഇവർ നടത്തിയിട്ടുള്ള എല്ലാ ധാർഷ്ട്യ പ്രവർത്തനങ്ങളെയും ഇവരുടെ തെറ്റായ സമീപനങ്ങളെയും അതിശക്തമായി ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. വികസനം എന്നത് വിട്ട് ഈ ലേറ്റസ്റ്റ് സിറ്റുവേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളായി മോദി ഇത് പറഞ്ഞു വരികയാണ്. അതിനെതിരായിട്ടുള്ള കോൺഗ്രസ്, ഞങ്ങളുടെ പാർട്ടി ഇന്ന സ്റ്റേറ്റിൽ, ഇത് ഗുജറാത്തിൽ അദ്ദേഹം പറഞ്ഞു, രാജസ്ഥാനിൽ പറഞ്ഞു, കർണാടകയിൽ പറഞ്ഞു, ഇന്ന സ്റ്റേറ്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെ, അല്ലെങ്കിൽ പ്രിയങ്ക പറഞ്ഞത്, ഞാൻ അത്രേ ചോദിച്ചുള്ളൂ. അത് കുറേ കൂടി ചർച്ചയെ കുറച്ചുകൂടി സജീവമാക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ താങ്കളുടെ ഉദ്ദേശം എന്നാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. താങ്കൾ എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത് എനിക്ക് നല്ല ബോധത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശരത്തെ ഇനി നിലവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന മോദിയെ മുസ്ലിംസിനെ ഇത്രമേൽ അധിക്ഷേപിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ഒരു തരത്തിലും വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്ന് പറയാവുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി എനിക്ക്. അല്ല, താങ്കൾ ഇങ്ങോട്ട് എഴുതുക, ഞാൻ എന്നിട്ട് സംസാരിക്കാം. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ മതി. താങ്കളുടെ വേദന തീരട്ടെ. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ താങ്കൾ സംസാരിച്ചിട്ട് ഞാൻ സംസാരിക്കാം. അല്ല, രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ശരത്തിനോട് പറയാം. നിങ്ങളുടെ ചീട്ടനുസരിച്ച് സംസാരിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ പാർട്ടിയുടെ ലൈൻ പറയാനാ. അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പരസ്പരം CPM-കാരെ വെച്ച് ചർച്ച ചെയ്തോണം. അനിൽ ബോസെ, ഞാൻ എന്റെ പാർട്ടിയുടെ ലൈൻ പറഞ്ഞോളാം. എന്റെ പാർട്ടിയുടെ ലൈൻ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ എന്റെ വായിലോട്ട് തിരുകാൻ വരണ്ട, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കൊള്ളാം. മോശപ്പെട്ട നിലയിൽ വർത്തമാനം പറഞ്ഞാൽ കേട്ടിരിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്, മനസ്സിലായല്ലോ? ഒന്ന്. രണ്ടാമത്, പാർട്ടിയുടെ ലൈൻ എന്താണെന്നാണ് എന്റെ ചോദ്യം. ഒരു ചർച്ചയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം നിങ്ങൾക്ക് അസുഖകരമാണ് എങ്കിൽ പക്ഷേ മര്യാദയ്ക്ക് സംസാരിക്കും. നിങ്ങൾ ചർച്ച നടത്തിക്കോ. നിങ്ങളുടെ പാർട്ടി മോദിയുടെ തീവ്ര ഹിന്ദുത്വ പ്രചാരണത്തിനെതിരെ എന്താണ് ചെയ്തത്? അനിൽ ബോസിനോട് ചോദ്യമാണ്. എന്റെ ചോദ്യം അതാണ്. ഞാൻ ഇനിയും ചോദിക്കുകയാണ് താങ്കളോട്. രാഹുൽ ഗാന്ധിയുടെ സ്ട്രാറ്റജി എന്താണ് മോദിയുടെ ഈ തീവ്ര ഹിന്ദുത്വ നടപടിക്കെതിരെ? റൈറ്റ്. അത് വളരെ മോശപ്പെട്ടൊരു നിലപാടാണ് അനിൽ ബോസ് ഈ ചർച്ചയിൽ സ്വീകരിച്ചത്. ഇത്ര ക്ഷുഭിതനാവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പാർട്ടി ഈ ദിവസങ്ങളിൽ എടുത്ത സ്ട്രാറ്റജി എന്താണെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള കാര്യങ്ങൾ 10 വർഷമായി ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന നിലയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ മോദിയെ പ്രതിരോധിക്കുന്നു എന്ന് ചോദിക്കുക സ്വാഭാവികമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു അന്തരീക്ഷം അതാണ്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് എന്താണ് കാര്യം? ഇവിടെ ശ്രീ വിഷ്ണു, BG വിഷ്ണു, ഇത് ഒരേ സമയം അങ്ങേയറ്റം അപകടകരമാണ്. പ്രധാനമന്ത്രി പദവിയിലിരുന്ന് ഇന്ത്യയുടെ മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം അദ്ദേഹം ഭരിക്കുന്ന നാട്ടിലെ ഒരു ജനവിഭാഗത്തെ ആകെ ഏറ്റവും അധികം അധിക്ഷേപിക്കുക, അത് അങ്ങേയറ്റം അപകടകരമായ ഒരു രീതിയാണ്. അതേസമയം അത് നിലവാരമില്ലാത്തതുമാണ്. ആ നിലയിൽ ഒരു വലിയ ചർച്ച രൂപപ്പെട്ട് കഴിഞ്ഞു. എന്തിനാണ്? തീർച്ചയായും സംഘ് പരിവാർ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വത്തിൻ്റേത് തന്നെയാണ്. അത് അവതരിപ്പിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട്. അതിൽ തന്നെയും ഒരു പുതിയ തലത്തിലേക്ക് എന്തിന് നിങ്ങൾ ഇങ്ങനെ മാറുന്നു? അതിന് പ്രധാനമന്ത്രി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടയാളായി മുൻപിൽ നിൽക്കുന്നു. അത് ഒരേ സമയം അപകടകരവും നിലവാരമില്ലാത്തതുമല്ലേ? ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പിന്തുണയും കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദുത്വ ആശയങ്ങളും നിലപാടുകളുമുള്ള പാർട്ടിയാണ്. അതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമോ അഭിപ്രായമോ ഇല്ല. അമ്പലത്തിലെത്തുമ്പോൾ ചന്ദനക്കുറിയും പള്ളിയിലെത്തുമ്പോൾ കഴുത്തിൽ കുരിശും മുസ്ലിം പള്ളിയിലെത്തുമ്പോൾ ചട്ടിത്തൊപ്പിയും വെച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതി ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, ഒറ്റ നയമേ ഉള്ളൂ. അത് ദേശീയ അധ്യക്ഷനും പ്രധാനമന്ത്രിക്കും കൃത്യവും വ്യക്തവുമാണ്. അതുതന്നെയാണ് നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞത്. ഈ രാജ്യത്ത് മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തിന് ഞങ്ങൾ എതിരാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. അതിൽ നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ നിങ്ങൾ അവരോട് പറയൂ, ഞങ്ങൾ മതാടിസ്ഥാനത്തിൽ ഇനിയും സംവരണം നൽകുമെന്ന് കോൺഗ്രസും CPM-ഉം പറയട്ടെ. ഞങ്ങൾ നഖശിഖാന്തം എതിർക്കുന്നു. അത് അതീവ വ്യക്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. 2004 കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലെത്തിയപ്പോൾ മതാടിസ്ഥാനത്തിലുള്ള സംവരണം കൊണ്ടുവന്നു. പലപ്പോഴും പിന്നോക്ക വിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കുമുള്ള അധികാരങ്ങളും അവകാശങ്ങളുമാണ് കോൺഗ്രസ് കവർന്നെടുക്കുന്നത്.
മതാടിസ്ഥാനത്തിലല്ല വിഷ്ണു, അത് പിന്നോക്കാവസ്ഥയ്ക്കുള്ള സംവരണമാണ്. പ്രധാനമന്ത്രി രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ്? മുസ്ലിം സമുദായം നമ്മുടെ രാജ്യത്ത് നേരിടുന്ന അതീവ പിന്നോക്കാവസ്ഥ, അതൊരു യാഥാർത്ഥ്യമാണ്. അത് പിന്നോക്കാവസ്ഥയ്ക്കുള്ള സംവരണമാണ്. ഈ രാജ്യത്തിന്റെ അത് നിങ്ങളാണ് അതിനെ മതത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് കാണുന്നതെന്നുള്ളതിന്റെ പ്രശ്നം. അതുകൊണ്ട് അത് മാത്രമാണോ മുസ്ലിങ്ങളെ എന്തടിസ്ഥാനത്തിലാണ് നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിക്കുന്നത്? അവരേറ്റവും അധികം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മതവിഭാഗമാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്ത് മര്യാദയാണത്? അത് പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ചെയ്യാമോ എന്ന പ്രശ്നമില്ലേ? കണക്കെടുക്ക് ഏത് ജില്ലയിലാണ് മതാടിസ്ഥാനത്തിൽ കണക്കെടുക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ? ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് ആരാ എതിര്? ശരത്തെ കണക്കെടുത്ത് പറയൂ, ഏത് ജില്ലയിലാണ് നിയമസഭാ മണ്ഡലങ്ങൾ കൂടുതൽ? അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണത്തിലൂടെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഒരു വിസ്ഫോടനം നടത്തി ഈ രാജ്യത്തെ അധികാരത്തിലേക്ക് അതിനെ ഞങ്ങൾ എതിർക്കുന്നു. അപകടമില്ല, നിങ്ങളിത് പറയുന്നറിയാം. പക്ഷേ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്, അതിലാണ് ഒരു അപാകതയുള്ളത്. അത്രേ ചെയ്യാൻ കഴിയൂ. കാരണം RSSന്റെ ആ പ്രത്യയശാസ്ത്രം മാറ്റിവെക്കാൻ ആരോടും പറയാൻ കഴിയില്ല. അതിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, സമ്മതിച്ചു. പക്ഷേ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണെന്നേ, ഒരു വാർഡ് മെമ്പർ പോലും പറയാൻ പാടില്ലാത്ത കാര്യം പ്രധാനമന്ത്രി പറയുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പറയാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? കോടതി പറഞ്ഞു പറയാൻ പാടില്ല. കോടതി പറയുന്ന ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ഭരണഘടനാപരമായി തെറ്റാണ്, ക്രിമിനൽ കുറ്റം അതിൽ അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങളോട് പറയാനുള്ളത് ജനങ്ങളോട് കൃത്യമായി പറയുന്നു. മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നുള്ളതോ? ക്രിസ്ത്യാനികളുടെ കാര്യം പറയും, മുസ്ലിങ്ങളുടെ കാര്യം പറയും, നുഴഞ്ഞുകയറ്റക്കാരാണെന്നുള്ളതോ പറയും, ജൈനരുടെ കാര്യം പറയും. അദ്ദേഹം ഈ രാജ്യത്തെ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ജനങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾക്ക് അതിൽ ഭയമുണ്ടായിരിക്കും, ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ഭയമൊന്നുമല്ല, ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ. ഞാൻ TJ ശ്രീലാലിലേക്ക് വരാം. ഞാൻ ഒരിക്കൽ കൂടി ശ്രീ അനിൽ ബോസിനെ ഈ ചർച്ചയിലേക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനവിടെ അദ്ദേഹം ആലപ്പുഴയിൽ നിന്നാണ് ഈ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. ആലപ്പുഴയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം ചർച്ചയുടെ ഭാഗം വിഷയാധിഷ്ഠിതമായുള്ള തർക്കമാണ്, വ്യക്തിപരമായ തർക്കങ്ങളല്ല ഇതൊന്നും. അതുകൊണ്ട് തന്നെ ആ വിഷയം പ്രേക്ഷകരോട് അനിൽ ബോസിനെ പോലൊരു കോൺഗ്രസ് നേതാവ് വിശദീകരിക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്, അതിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധി, മോദിയുടെ ഇപ്പോൾ ശ്രീ വിഷ്ണുവൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, ഇനിയും ഇങ്ങനെയൊക്കെ പറയും എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് എങ്ങനെ അതിനെ വിശദീകരിക്കുന്നു, പ്രതിരോധിക്കുന്നു, അല്ലെങ്കിൽ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നു, അതറിയാൻ ഈ ചർച്ചയിൽ ഇനിയും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ശ്രീ അനിൽ ബോസിനെ ചർച്ചയിലേക്ക് ഞാൻ വീണ്ടും, അദ്ദേഹം ഈ ചർച്ചയിലേക്ക് വരാൻ സന്നദ്ധനാണെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് ആ ചർച്ച തുടരുകയും ചെയ്യാം. ഞാൻ TJ ശ്രീലാലിലേക്ക്. ശ്രീലാൽ, ഈ വിഷയത്തിൽ ഇപ്പോൾ BJP മൂഡ് നമുക്കറിയാം. കാരണം അത് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിപ്പോൾ അതിൻ്റെ വേറെ ഏതെങ്കിലും തരത്തിൽ കണക്കെടുപ്പിൻ്റെതായിട്ടുള്ള ആവശ്യം ഇല്ല. ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട പരിശോധിക്കേണ്ട കാര്യമാണോ? കാരണം മോദി ഗ്യാരണ്ടി എന്ന നിലയിൽ പറഞ്ഞാണ് ഈ പ്രചരണ രംഗത്തേക്ക് വന്നത്. 400 സീറ്റ് എന്നൊരു ആത്മവിശ്വാസം അടിച്ചു പരത്തും വിധം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം 2 ഘട്ടം കഴിയുമ്പോൾ നേരെ പ്ലേറ്റ് മാറ്റി അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള അപകടകരമായിട്ടുള്ള മുസ്ലിം വിരോധത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പല ഘടകങ്ങളെ നേരത്തെ അരുൺ സൂചിപ്പിച്ചു. രാഷ്ട്രീയമായ നിരീക്ഷണം ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നടത്തുന്നുണ്ട്. ഏറ്റവും അധികം മോദിയെ ആശങ്കപ്പെടുത്തുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെയൊന്ന് കണ്ടതുകൊണ്ടാണോ, അതോ സ്വാഭാവികമായി പറഞ്ഞു പോകുന്ന മോദി ലൈനാണോ ഇത്, അല്ലെങ്കിൽ RSS ലൈനാണോ ഇത്? അതിനപ്പുറം ഘടകങ്ങൾ ഗൗരവമായി അവർ ആശങ്കയോടെ കാണുന്നതുണ്ടോ? നേരത്തെ സ്വാഭാവികമായി പറഞ്ഞു പോകുന്ന ഒരു നേതാവല്ല നരേന്ദ്രമോദി എന്നുള്ളത് നമുക്ക് ഈ കാലം കൊണ്ട് തന്നെ മനസ്സിലായ കാര്യമാണ്. അദ്ദേഹം ആദ്യം വന്നപ്പോൾ 2009 വന്നപ്പോഴോ 2014 വന്നപ്പോഴോ 2019 ഒന്നും അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. ചെറിയ ഈ വികാരമുണർത്തുന്ന, ഹിന്ദു വികാരമുണർത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു പോയെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കടുത്ത പ്രയോഗങ്ങൾ നടത്തിയിരുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യം. 1. 2, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ പല തലങ്ങളുണ്ട്. ആദ്യം പൊളിറ്റിക്സും ഡെവലപ്മെൻറ്റും ഒക്കെ ഉപയോഗിച്ചുള്ള ക്യാമ്പയിനായിരിക്കും തുടങ്ങുക. BJPയും തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. പിന്നെ BJP സർക്കാരിൻ്റെ നയങ്ങളും കാര്യങ്ങളും പറയുന്നതോടൊപ്പം തന്നെ രാമക്ഷേത്ര നിർമ്മാണം അവരുടെ സർക്കാരിൻ്റെ നടപ്പിലാക്കിയ അജണ്ടകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാമക്ഷേത്ര നിർമ്മാണവുമെല്ലാം, രാമക്ഷേത്രം നിർമ്മിച്ചതും പ്രാണപ്രതിഷ്ഠയുമെല്ലാം ഈ ചർച്ചകൾ, ഈ ക്യാമ്പയിനിൽ ആ തുടക്കത്തിലേ വന്നിരുന്നു. അതിനകത്ത് അത് സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ അങ്ങനെ അതെല്ലാം പറഞ്ഞു തന്നെ പോവുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഈ ക്യാമ്പയിൻ്റെ രീതി മാറുന്നത്. അപ്പോൾ രണ്ടാമത് ഒരു പക്ഷേ സാധാരണഘട്ടത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉണ്ടാകേണ്ട ഒരു ക്യാമ്പയിൻ രീതിയുണ്ട്. ക്യാമ്പയിൻ ഓഫ് അബ്സേർഡിറ്റി എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അതായത് അബദ്ധവും ഒപ്പം തന്നെ കളവുമെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ രീതിയുണ്ട്. ക്യാമ്പയിൻ പല രീതികളുള്ളതിൽ ഒന്ന് ആണ് ഞാൻ പറയുന്നത്. ഇത് പക്ഷേ സാധാരണ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അത്തരം ഒരു രീതിയിലേക്ക് മാറുക. കാരണം ഏറ്റവും അവസാന ഘട്ടത്തിൽ
കയ്യിലിരിക്കുന്ന ആയുധങ്ങളെല്ലാം പൊട്ടിക്കുന്ന രീതിയിൽ എടുത്തു പ്രയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ക്യാമ്പയിൻ ഓഫ് അബ്സർഡിറ്റി അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്ന രീതിയുണ്ട്. പക്ഷേ അത് സാധാരണ പ്രയോഗിക്കാറില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവസാന ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം. ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് രണ്ടാം ഘട്ടത്തിൽ ഒരു പക്ഷേ ക്യാമ്പയിനിലേക്ക് പോകുന്നു. ഇപ്പോൾ ജനുവരി മാസത്തിൽ തുടങ്ങിയ ക്യാമ്പയിനാണ്, ഏറ്റവും ആദ്യം ക്യാമ്പയിൻ തുടങ്ങിയ BJP തന്നെയാണ്. ഇത് തുടങ്ങിയ ക്യാമ്പയിനിലൊന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടം വളരെ പെട്ടെന്ന് BJP എടുത്തു വയ്ക്കുന്നു എന്നുള്ളത്, അത് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ വോട്ടിൻ്റെ ഒരു ശതമാനക്കുറവ്, അതിന് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് രണ്ടാം ഘട്ടത്തിൽ അത് പ്രതിഫലിച്ചില്ല എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വരവാണത് വരുന്നത്. കാരണം ഈ 400 ഇസ് ബാർ 400 പാർ എന്നുള്ള ഒരു പ്രയോഗം, അതോടൊപ്പം തന്നെ മോദിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മറ്റു പ്രയോഗങ്ങൾ, ഈ പ്രയോഗങ്ങളൊന്നും കാര്യമായി ഗുണം ചെയ്യുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് BJP ഇത്തരമൊരു ഘട്ടത്തിലേക്ക്, പ്രധാനമന്ത്രി നേരിട്ട് ഇങ്ങനൊരു ഘട്ടത്തിലേക്ക് മാറാൻ കാരണം എന്നുള്ളത് ഒരു സംശയവുമില്ല കാര്യത്തിൽ. കാരണം മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് മോദിയിലേക്ക് മാത്രമായി BJPയുടെ ഏക അജണ്ട. കാരണം അതിനുള്ള കാരണം നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞതുപോലെ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ കാര്യമായ ഒരു സ്വാധീനമുണ്ടാക്കാത്ത ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ള തിരിച്ചറിവ് BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാരണവശാലും മറക്കാതിരിക്കേണ്ട ഒരു കാരണമുണ്ട്. ഓരോ ഘട്ടത്തിലും ഓരോ ക്യാമ്പയിൻ്റെയും അത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് കണക്കെടുപ്പ് നടത്തുന്നുള്ള കൃത്യമായ ടീം BJPക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ മറക്കരുത്. അങ്ങനെ ഓരോ വിഷയവും അത് ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് BJP ക്യാമ്പയിൻ തുടങ്ങുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, രാമക്ഷേത്രമൊന്നും കാര്യമായ ഒരു ഗുണം ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ ആണ് ഈ 400 പാർ എന്നുള്ളത് തിരിച്ചടിയായപ്പോഴാണ് BJP ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി നേരിട്ട് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് മാറുന്നത്. എവിടെ പോയി മോദിക്ക് ഗ്യാരണ്ടി? ഇപ്പോൾ ഇന്ന് ഏതൊരു ചാനലിൽ അമിത്ഷാ ആണ് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടങ്ങി ഒന്നാം ഘട്ടത്തിന് മുമ്പ് പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് മോദിക്ക് ഗ്യാരണ്ടി പറയുന്നത് ഇന്ന് ആണ്. അമിത്ഷാ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ കൊടുത്തപ്പോൾ പറയുന്നത് മാത്രമാണ്. അല്ലാതെ പ്രധാനമന്ത്രി ഈ ക്യാമ്പയിനിൽ എവിടെയും മോദിക്ക് ഗ്യാരണ്ടി പറയുന്നില്ല. കാരണം വിലക്കയറ്റവും അതോടൊപ്പമുള്ള തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാരനെ ബാധിച്ചു തുടങ്ങിയെന്നുള്ളൊരു കണക്കെടുപ്പ് BJPക്കുണ്ട്. അത് രണ്ടാമത് ഈ പറഞ്ഞ ഈ 400 ബാർ എപ്പോഴാണ് പ്രധാനമന്ത്രി നിർത്തിയത്? 400 പാർ വന്നു കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുമെന്ന് BJP നേതാക്കൾ തന്നെയാണ് ക്യാമ്പയിൻ പ്രചാരണം നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ മോദി ഇസ് ബാർ 400 പാർ 400 കടക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു പടി കൂടി കടത്തിക്കൊണ്ട് BJP നേതാക്കൾ ആണ് പറഞ്ഞത് ഈ 400 കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും. അപ്പോഴാണ് പ്രതിപക്ഷം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ സംവരണം എടുത്തു കളയുമെന്നുള്ള ആശങ്ക രേഖപ്പെടുത്തി തുടങ്ങിയത്. ആ ആശങ്ക രേഖപ്പെടുത്തി തുടങ്ങിയപ്പോൾ 400 പാർ എന്നുള്ള കഥ അവിടെ നിന്നു. അതിനപ്പുറത്തേക്ക് 400 പാർ പോയില്ല. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും BJP കൃത്യമായി കണക്കെടുപ്പ് നടത്തി ഈ ക്യാമ്പയിൻ എവിടെയൊക്കെ കൊള്ളുന്നു, ഏതൊക്കെ രീതിയിൽ കൊള്ളുന്നു, എങ്ങനെയൊക്കെ അത് പ്രതികരണം ഉണ്ടാകുന്നു, ഏതൊക്കെ രീതിയിൽ ഇത് പ്രതിഫലിക്കുന്നു എന്ന് കണ്ടെത്തി തന്നെയാണ് ഈ ക്യാമ്പയിൻ്റെ ഈ ഒരു തലങ്ങൾ മാറ്റുന്നത്. അവിടെയാണിപ്പോൾ ഞാൻ തീർത്ത് പറയും, അവിടെയാണിപ്പോൾ ക്യാമ്പയിൻ ഓഫ് അബ്സേർഡിറ്റി എന്നുള്ള ഈ അബദ്ധം, കള്ളവും തെറ്റും പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിനിലേക്ക് BJP എത്തിയിരിക്കുന്നത്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും പിന്നെ അത് ഏറ്റെടുത്ത് അതിനെ പരമാവധി പ്രചാരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമായും BJP പ്രതിനിധികൾ എടുക്കുന്നൊരു ലൈനാണ്. ഈ കാലം അത്രയും കേരളത്തിൽ നമ്മൾ കൂടുതലും കണ്ടതാണ്. കേരളത്തിൽ അതേ ഏൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതേ ചർച്ച ചെയ്യുമെന്നറിയാം. ഈ തരം പരാമർശങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ നടത്തുന്നൊരു പരാമർശം നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് എത്താൻ പ്രധാനമന്ത്രിക്ക് കഴിയില്ല എന്നുള്ള ഒരു വസ്തുത നമുക്ക് തന്നെ അറിയാം. ഇവിടെ ഇപ്പോൾ നോക്കൂ, പുതിയ പ്രചാരണ രീതിയിലേക്ക്, ഭാഷ്യത്തിലേക്ക് മോദി മാറുമ്പോൾ ഈ ചർച്ചയിൽ തന്നെ BG വിഷ്ണു അത് കുറേ കൂടി ആവേശത്തോടെ ഏറ്റെടുത്തുകൊണ്ട് പറയുമ്പോൾ പിന്നോക്ക സംവരണത്തെ മതപരമായ സംവരണമാക്കി മാറ്റി എന്ന നിലയിലേക്ക് നറേറ്റീവിന് അപ്പോഴും അപകടം പിടിച്ച ഒരു തരത്തിലും വിശദീകരിക്കാനാവാത്ത ആക്ഷേപകരമായ പരാമർശങ്ങൾ വേറെയുമുണ്ട്. അതിന് മറുപടിയുമില്ല. മറുഭാഗത്ത് ഇതിനെ കോൺഗ്രസ് എങ്ങനെയാണ് നേരിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി വല്ലാതെ പ്രകോപിതനാവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഖാർഗെ നിശ്ചയമായും, ഞാനത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്, ഞാനത് പറഞ്ഞിരുന്നു. ഖാർഗെ മറുപടി കൊടുത്തു, രാഹുൽ എന്ത് മറുപടിയാണ് കൊടുത്തത്, പ്രിയങ്ക എന്ത് മറുപടിയാണ് കൊടുത്തത്? കാരണം അവരാണ് ഈ പ്രചരണ രംഗത്ത് ആ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മനുഷ്യർ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രകോപിതനാവുകയാണ്. അത് വിട്ടേക്കാം. പക്ഷേ കോൺഗ്രസ്സിന് ആ നിലയിൽ മോദിയെ പ്രതിരോധിക്കാൻ അവർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ ഈ വിഷയങ്ങളിൽ കഴിയുന്നുണ്ടോ? മുസ്ലിം സമൂഹത്തിന് ഒരു പിന്തുണ കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ആ നിലയ്ക്ക് കഴിയുന്നുണ്ടോ? BJP മോദിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് അതിതീവ്രമായി തന്നെ ആ ക്യാമ്പയിനെ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? ശരത്, നമ്മൾ ആദ്യഘട്ടത്തിൽ അത് ചർച്ച ചെയ്തു.
തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സ്ട്രാറ്റജിയും BJP അതിൽ മാറ്റം വരുത്തി. കാരണം പ്രത്യേകിച്ച് ആദ്യ 2 ഘട്ട തെരഞ്ഞെടുപ്പിലെ മോശം പോളിംഗ് അല്ലെങ്കിൽ BJP ഉദ്ദേശിച്ച തലത്തിലേക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ പോളിംഗ് വരാത്തത് അവരെ വലിയ തരത്തിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പ്രചരണത്തിന്റെ സ്ട്രാറ്റജി തന്നെ മാറ്റി തീവ്ര ഹിന്ദുത്വ അജണ്ട മറയില്ലാതെ പുറത്തിറക്കുകയാണ്. ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രധാനമന്ത്രി തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധ നിര കെട്ടിപ്പടുക്കേണ്ടതും നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തെ തകർക്കുന്ന നയമാണെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്നും അതിശക്തമായി അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം 300-ലധികം സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് തന്നെയാണ്. കാരണം മറ്റ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ 1-2 സംസ്ഥാനങ്ങളിലാണ് അതിശക്തമായി നിലകൊള്ളുന്നതെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പകുതിയിലധികം സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കേണ്ട കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ നടന്നത്. എന്താണ് നിങ്ങളുടെ ബദൽ? ഇത്തരത്തിൽ BJP സ്ട്രാറ്റജി മാറ്റി രാജ്യത്തെ തന്നെ തകർക്കുന്ന, ജനങ്ങൾക്കിടയിൽ വിഘടനവാദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് എന്ന താങ്കളുടെ ചോദ്യത്തിനാണ് ഈ ചർച്ചയിൽ നിന്ന് വാക്കൗട്ട് നടത്തി പുറത്തു പോകുന്ന തരത്തിൽ കോൺഗ്രസിന്റെ പ്രതീതി മാറിയത്. ഇത് തന്നെയാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണല്ലോ അമേഠിയും അതുപോലെ തന്നെ റൈലോബിയും, 2 മണ്ഡലങ്ങളും, സോണിയാഗാന്ധി മത്സരിച്ച മണ്ഡലവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലം. ഈ 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യമാണ് കുറച്ച് നാളായി ഇവിടെ മുഴങ്ങി കേൾക്കുന്നത്. നാളെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസമാണ്. അവസാന ദിവസത്തിന്റെ തലേ ദിവസമായിട്ട് പോലും ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയാതെ കോൺഗ്രസ് അധംപതിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാണ്? ഒരാളെ നിശ്ചയിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അടുത്തയാളെ തീരുമാനിക്കാമല്ലോ. എത്രയോ പേർ പ്രവർത്തകരുണ്ട്. കോൺഗ്രസിന്റെ ഓഫീസിന്റെ മുന്നിൽ വന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്നലെ സമരം നടത്തി എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു തരൂ എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തുകയാണ്. സമരം നടത്തുന്ന സ്ഥിതിയിലേക്ക് മാറി. അപ്പോൾ നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് മല്ലികാർജുൻ ഖാർഗെ കൊടുത്ത മറുപടി, രാത്രി പോയി കിടന്നുറങ്ങിയിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് 15 ദിവസം അദ്ദേഹം മിണ്ടിയില്ല. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രാജ്യം ഗൗരവത്തോടെ ഒരു മറുപടി കോൺഗ്രസിൽ നിന്ന്, എന്താണ് നിങ്ങളുടെ പ്രതിരോധം, എന്താണ് നിങ്ങളുടെ ബദൽ? BJP ഇത്തരത്തിൽ ഈ രാജ്യത്തെ തകർക്കാൻ നോക്കുമ്പോൾ അതിന് ബദൽ സൃഷ്ടിക്കാൻ എന്താണ് നിങ്ങളുടെ മാർഗം, നിങ്ങളുടെ ഒരു ഡിമാൻഡ് എന്താണ് എന്നതിനെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടി കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ചില യോഗങ്ങളിൽ ചില നേതാക്കന്മാർ എന്തൊക്കെയോ ഉന്നയിക്കുന്നുണ്ട് എന്നല്ലാതെ ഈ രാജ്യത്തിന് ബദലായി മാറാൻ, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വമായി മാറാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള മറുപടി കൊടുക്കണ്ടേ? ഇപ്പോൾ ഓരോ ദിവസവും കൂടുതൽ തീവ്ര ഹിന്ദുത്വം, ഇപ്പോൾ വരുന്നപ്പോൾ 3-ാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് 7-ന് നടക്കുന്നേ ഉള്ളൂ. പിന്നെയുണ്ട് 4-ാം ഘട്ടം. ഓരോ ഘട്ടം കഴിയുമ്പോഴും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട് BJP നടത്തുന്ന അതിതീവ്രത പ്രചരണമുണ്ട്. ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ പ്രത്യേകം വേട്ടയാടുകയാണ്. ഇപ്പോൾ BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പറഞ്ഞു, വലിയ തരത്തിൽ മതത്തിൻ്റെ പേരിൽ സംവരണം കൊടുത്തു എന്നല്ല, ഒരു പ്രത്യേക കമ്മിറ്റിയെ വെച്ച്, എക്സ്പെർട്ടുകളുടെ കമ്മിറ്റിയെ വെച്ച് ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ ഏതൊക്കെയാണ്, പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങൾ ഏതൊക്കെയാണ്, അവർക്ക് മനുഷ്യതുല്യമായിട്ടുള്ള ജീവിതം ഉറപ്പുവരുത്താൻ, അവർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കാൻ, അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഉള്ള ശ്രമം നടത്തുമ്പോൾ അത് ഏതെങ്കിലും മതത്തിൻ്റെ പേരിലുള്ള സംവരണമാണോ? അത്തരത്തിൽ മതത്തിൻ്റെ പേരിൽ സംവരണം കൊടുക്കുന്ന ഒരു നിലപാടും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഈ രാജ്യത്ത് ഒരു പാർട്ടിയും ഒരു മുന്നണിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എത്ര നുണപ്രചരണം, വിഷലിപ്തമായിട്ടുള്ള പ്രചരണം നടത്തുകയാണ്. അത് കട്ട് ചെയ്ത് BJPയുടെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. രാജ്യത്തെ 85-90% വരുന്ന മാധ്യമങ്ങളെ വിലക്കെടുത്ത് ആ മാധ്യമങ്ങൾ പ്രധാനമന്ത്രി നടത്തുന്ന ഓരോ പ്രസംഗവും അമിത്ഷാ നടത്തുന്ന ഓരോ വിഷലിപ്തമായിട്ടുള്ള പ്രസംഗങ്ങളെയും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളും അതുപോലെ വർഗീയ വിഷം ചീറ്റുന്ന പ്രചരണങ്ങളെയും ഞങ്ങൾ ചെറുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ ഉള്ള അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഓരോ ബൂത്തുകളിലും നടക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ കടമ നിർവഹിക്കണം, ഉത്തരവാദിത്വം നിർവഹിക്കണം. കാരണം ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രബലമായിട്ടുള്ള കക്ഷി എന്ന രൂപത്തിൽ കോൺഗ്രസിൽ നിന്ന് ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷത്തിന്റെ നാവടയ്ക്കുമ്പോൾ സൂററ്റും ഇൻഡോറും അടക്കം ആവർത്തിക്കുകയാണ്.
ഇപ്പോൾ 2 മണ്ഡലമായപ്പോൾ 2 മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പല മണ്ഡലങ്ങളിലും ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കാനും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വീണ്ടും വീണ്ടും ദുരുപയോഗം ചെയ്യാനും BJP നടത്തുന്ന ശ്രമത്തെ ചെറുക്കുന്നതിന് പകരം ഇങ്ങനെ വോക്കൌട്ട് നടത്തി മിണ്ടാതെ പോകുന്ന കോൺഗ്രസ് ഈ രാജ്യത്തിന് തന്നെ വലിയ ചോദ്യചിഹ്നമായി മാറുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. ഇവിടെ ബിജി വിഷ്ണു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന എന്തുകൊണ്ട് ഈ മാറ്റം എന്നത് അന്വേഷിച്ചു പോയാൽ 1, 2 ഘട്ടത്തിലെ പോളിംഗിൽ ഉണ്ടായിട്ടുള്ള കുറവ് ഉത്തരേന്ത്യയിലടക്കം നേരത്തെ ശ്രീലാൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അത് ആ നിലയിൽ ഒരു തിരിച്ചറിവ് BJPക്ക് നൽകുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ആദ്യഘട്ടങ്ങളിലെ പ്രചാരണം പാളി മോദി ഗ്യാരണ്ടി എന്നതിലേക്കും മോദിയിലേക്കും മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മിഴിവ് ലഭിക്കുന്നില്ല. അവിടെ കൂടുതൽ സർക്കാർ വിശകലനം ചെയ്യുന്നതിനുള്ളൊരു അവസരം രൂപപ്പെട്ടു. ഞാനിത് പറയാൻ കാര്യം ഇപ്പോൾ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തൊഴിലില്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി അഖിലേഷ് യാദവ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസരം വരുന്നു. അത് ആ മോദി ഗ്യാരണ്ടിക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് നടത്താൻ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും വളരെ സൂക്ഷ്മമായി ഈ നടത്തുന്ന പ്രചാരണങ്ങൾ ഓരോന്നും എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുന്നു, ജനങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന് BJP വലിയ തോതിൽ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനകളുടെയൊക്കെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രചാരണത്തിൽ ആകെ ഒരു മാറ്റം അതിവേഗം വരുത്തേണ്ടതായ സാഹചര്യം BJPക്ക് വന്നു ചേർന്നത്. അയോധ്യ അതൊരു കത്തുന്ന വിഷയമായി മാറാതെ പോയത് മറ്റൊരു കാരണമായി ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാരീശക്തി ക്യാമ്പയിൻ, ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ എന്ന ഒരൊറ്റ കേസ് മതി ഇന്ത്യ ആകെ NDA സംവിധാനത്തെ ആകെ നാണം കെടുത്തും വിധത്തിലേക്ക് ആ ക്യാമ്പയിൻ ഇപ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഒരൊറ്റ കേസ് കൊണ്ടെത്തി. നയതന്ത്ര പാസ്പോർട്ടിലാണ് രാജ്യം വിട്ട് ഒളിച്ചു കടന്നത്. അതേക്കുറിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മറുപടികളൊക്കെ ഇപ്പോൾ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിനെ വല്ലാതെ ബാധിക്കും വിധമായി വന്നിട്ടുണ്ട്. നയതന്ത്ര പാസ്പോർട്ടിലാണ് അയാൾ ഇവിടെ നിന്ന് കടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തെ ആകെ മാറ്റിമറിച്ച് ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് മോദിയും BJPയും NDAയും എത്തിച്ചേരുന്നത്. ആ പൊതു നിരീക്ഷണം ഈ ചർച്ചയിൽ ഇതിനോടകം വന്നിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ മറുപടി. താങ്കൾ എന്നെ മറുപടി പറയാൻ സമയം അനുവദിക്കണം. മറ്റു പാനലിസ്റ്റിന് കൊടുക്കുന്ന സമയം എന്തായാലും എനിക്ക് അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ താങ്കളോട് മനസ്സിലായത്. ഒന്ന്, ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം മാത്രമല്ല ഓരോ ബൂത്തിലും നടന്ന വോട്ടിൻ്റെ ശതമാനവും വോട്ടിൻ്റെ കണക്കുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ സ്ഥലത്തും കൃത്യമായി പരിശോധിക്കപ്പെടുന്നു. അത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഞങ്ങൾ കൃത്യമായി ജാഗ്രത പുലർത്താറുണ്ട്. ചില കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളെങ്കിൽ കൂടുതൽ ചെയ്യുകയും അതിനനുസരിച്ച് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളും രീതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഒരു എണ്ണയിട്ട മെഷീൻ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നതാണ്. അത് വളരെ പോസിറ്റീവായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം കൃത്യമായി ഓരോ കാര്യങ്ങളും ഞങ്ങൾ വിശകലനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന വിഷയത്തിൽ BJP പിന്നോട്ട് പോയി എന്ന് പറയുന്നത് കൈരളി ചാനൽ മാത്രമാണ്. അല്ലാതെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഈ രാജ്യം മുഴുവൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. ജനഹൃദയങ്ങളിലാണ് ആ ക്യാമ്പയിൻ എന്നുള്ളത്. അല്ല, ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞു. പിന്നെ ഒരു വിഷയം മാത്രമല്ല ഞങ്ങൾക്ക് ജനങ്ങളോട് സംസാരിക്കാനുള്ളത്, പല വിഷയങ്ങളുണ്ട്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ എന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ വിശദമായി ജനങ്ങളോട് പറയും. കാരണം 10 വർഷം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇല്ല, BJPയാണ് ഭരിച്ചത്. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഈ രാജ്യത്തിന് എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാകും. ഇവിടെ പറയുമല്ലോ BJP ഉണ്ടെങ്കിൽ ഫാസിസമാണ് നടക്കുന്നത്, ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് കോൺഗ്രസിന് പറയുന്ന അതേ അവകാശം ഞങ്ങൾക്കുമുണ്ട്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിൻ്റെ പ്രഥമ പരിഗണന ഇസ്ലാമിക പ്രീണനത്തിന് തന്നെയാണ്. കോൺഗ്രസിന്റെ അധികാര നാളുകളിൽ ഇവിടെ ഇസ്ലാമിക വർഗീയവാദികൾ ഈ നാട്ടിൽ അഴിഞ്ഞാട്ടം നടത്തിയിരുന്നു. അത് ജനങ്ങൾ മറന്നുപോയെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറയാറുണ്ട്. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴാണ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞത് ഈ രാജ്യത്തെ എല്ലാ വിഭവങ്ങളുടെയും പ്രഥമമായ അവകാശം മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾ ഒരിക്കലും ഹിന്ദുക്കൾക്കാണ് പ്രഥമ അവകാശം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യ അവകാശം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വളരെ ബോധപൂർവം അദ്ദേഹത്തിന്റെ വാചകത്തെ ദുർവ്യാഖ്യാനം ചെയ്താണ്. ശരത്തെ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പിൻവലിക്കാം. താങ്കൾ ആ മൻമോഹൻ സിംഗിന്റെ ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അവരുടെ പ്രകടന പത്രികയിൽ അവർ പറയാത്ത കാര്യങ്ങളെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം ഞാൻ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്ത വ്യക്തിയാണ്. അത് തെറ്റാണെങ്കിൽ താങ്കൾ
അത് പ്ലേ ചെയ്യൂ. തെറ്റാണെങ്കിൽ ഞാൻ പിൻവലിക്കാം. ഇതിനോടകം തന്നെ ചർച്ചയായതും ആ പാർട്ടി നിഷേധിച്ചതുമാണ് സാർ. ഈ ചർച്ചയിൽ ഇനി പ്രത്യേകിച്ച് ടെലികാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. താങ്കൾ ഞാൻ പറയുന്നത് തെറ്റാണെന്നാണ് താങ്കൾ പറയുന്നത്. എങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്ത് താങ്കൾ തെളിയിക്കുക. കോൺഗ്രസ് പാർട്ടി ആ നിലയിൽ തന്നെ നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. ഞങ്ങളൊരു ദുർവ്യാഖ്യാനം ചെയ്തെന്നാണ് താങ്കളുടെ അഭിപ്രായമെങ്കിൽ അത് പ്രകടന പത്രികയിൽ ഒരിടത്തും ആ വെൽത്ത് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ അത് തെറ്റാണെന്ന് പറയൂ. ആ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന നിലയിൽ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു മതവിഭാഗത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ വിഭവങ്ങളെ വിഭജിക്കാറുണ്ട്. കാശ്മീരിന്റെ പ്രത്യേക പദവി അടക്കം നൽകിയത് ഒരു മതവിഭാഗത്തിന് നൽകിയ പ്രത്യേക പരിഗണനയാണ്. അത് റദ്ദാക്കിയത് BJP ആണ്. ഇന്ന് കാശ്മീരിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പദവിയില്ല, ഹിന്ദുക്കൾക്കില്ല, ക്രിസ്ത്യാനികൾക്കില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. കാശ്മീരായാലും അങ്ങനെ തന്നെയാണ്. അതിന് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾ ആരെയും മുന്നോട്ടോ പിന്നോട്ടോ അടിക്കാറില്ല. എല്ലാവരും നിങ്ങൾ അരുൺ, കശ്മീരിനെ സംബന്ധിച്ച് അതിന്റെ പ്രത്യേക പദവി സംബന്ധിച്ച ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിൽ BJP പറയുന്ന ഈ വാദം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്തിന് അംഗീകരിക്കാവുന്നതാണോ? ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കട്ടെ. അരുൺകുമാർ തന്നെ നേരത്തെ പറഞ്ഞു സഖ്യം എന്ന് പറയുന്നത് ഒരു മുങ്ങുന്ന കപ്പലാണെന്ന്. പ്രിയ സുഹൃത്ത് അരുൺകുമാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരാണ് മുങ്ങുന്ന കപ്പൽ? അത് CPIM ആണ് മുങ്ങുന്ന കപ്പൽ. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളില്ലെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം മാറി കപ്പിയും കോടാലിയുമായിരിക്കും നിങ്ങളുടെ ചിഹ്നം. നിങ്ങൾ മുങ്ങുന്ന കപ്പൽ, നിങ്ങളാണ് ഇവിടെ സ്വയം രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങളല്ല, ഞങ്ങൾ ഈ രാജ്യത്ത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിലെ ഭരണം തിരിച്ചുപിടിച്ച് 400 അക്ക സംഖ്യയിലേക്ക് രാജ്യത്ത് 400 സംഖ്യയിലേക്ക് ഭരിക്കാൻ വേണ്ടി പോകുന്നവരാണ്. നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ്. അവിടെയാണ് BJPയും CPM തമ്മിലുള്ള ഏറ്റവും അടുത്ത വ്യത്യാസം. ശരി അനിൽ, അരുൺ ഒരു ചെറിയ മറുപടി, അതിനുശേഷം ഞാൻ ശ്രീലാലിലേക്ക്. ഇതിനൊരു മറുപടി. ഇവിടെ ഇപ്പം ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ, പരമോന്നത നീതിപീഠത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പറഞ്ഞത് കാശ്മീരിനെ കീറിമുറിക്കാൻ വേണ്ടി നിങ്ങൾ സ്വീകരിച്ച നടപടിക്രമങ്ങൾ എല്ലാം വളഞ്ഞ വഴിയാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ്. പക്ഷെ ഒരു പോളിസി ഡിസിഷൻ എന്ന രൂപത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ലെന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി പൂർണ്ണമായി പ്രഖ്യാപിക്കാൻ ആർട്ടിക്കിൾ 3 പ്രകാരം ഭരണഘടനാപരമായി പറ്റില്ല. അത് ചെയ്തതും എന്നെങ്കിലും കാശ്മീരിന് പെട്ടെന്ന് തന്നെ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കും എന്ന് ആ സ്റ്റേറ്റിന് വേണ്ടി ഹാജരായ വക്കീൽ അണ്ടർടേക്ക് ചെയ്തപ്പോൾ, സോളിസിറ്റർ ജനറൽ അണ്ടർടേക്ക് ചെയ്തപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ടാണ്. ഇതൊന്നും ഭരണഘടനാപരമല്ല എന്ന് വ്യക്തമാണ്. ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രചരണ ആയുധമാക്കി മാറ്റുന്നില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണായുധമായി ആദ്യം പ്രഖ്യാപിച്ചതിൽ നിന്ന് എല്ലാം മാറി ഇപ്പോൾ മാറി മറിഞ്ഞ് വന്നു നിൽക്കുന്നത് തീവ്ര വർഗീയ അജണ്ട തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്ത് എല്ലാം വാരിക്കോരി കൊടുക്കുകയാണ്. കോൺഗ്രസ് വന്നാൽ ഇതെല്ലാം ചെയ്യും എന്ന രൂപത്തിൽ നുണപ്രചരണം തന്നെ നടത്തുകയാണ്. ഇതൊക്കെ ജനം തിരിച്ചറിയും. ഇതൊക്കെ നിങ്ങൾ പണ്ട് ഇതൊക്കെ ചെയ്ത് അധികാരത്തിൽ വന്നു, പക്ഷേ വലിയ വികസനത്തിന്റെ ആൾ രൂപം എല്ലാം മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഇപ്പൊ അതൊന്നും പറയുന്നില്ല. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എല്ലാം എടുത്തു നോക്കിയാൽ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഈ രാജ്യം മുന്നോട്ട് പോയി നമ്മുടെ മുന്നിലുണ്ട്. പട്ടിണിയുടെ കാര്യത്തിൽ നിങ്ങൾ വരുമ്പോൾ 50-ാമതായിരുന്നു, അത് 117-ാമതായി മാറി. നിങ്ങൾ പെട്രോളിന് 50 രൂപ കൊടുത്തോ, ഡീസൽ നിങ്ങൾ 50 രൂപയ്ക്ക് കൊടുത്തോ. അതുപോലെ വിദേശത്ത് സ്വിസ് ബാങ്കിലുള്ള കള്ളപ്പണം നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോ. പൊതുമേഖലാ സ്ഥാപനം 195,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനം നിങ്ങൾ വിറ്റഴിച്ചു. നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം, നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കല്ലേ, കേൾക്കട്ടെ, നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഒന്നുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലും നിങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ CPM-നെ ആക്രമിക്കുന്നു. നിങ്ങൾ എത്ര പറഞ്ഞാലും CPM പരമാവധി സീറ്റുകളിൽ വിജയിച്ച് നിങ്ങളുടെ ഈ ജനവിരുദ്ധ നയങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിലെ ശക്തി വീണ്ടും ആ എണ്ണം കൂട്ടി തന്നെ, വൻപിച്ച തരത്തിൽ എണ്ണം കൂട്ടി തന്നെ പാർലമെന്റിൽ ഞങ്ങൾ ജയിച്ച് കയറി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളിലും ഒരു ഭാഗത്ത് ഞങ്ങളുണ്ട്. ഇലക്ട്രൽ ബോണ്ട് അടക്കം ഭരണഘടനാ വിരുദ്ധമായി റദ്ദ് ചെയ്താൽ അതിന് നേതൃത്വം കൊടുത്ത CPM-നെ നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? നിങ്ങൾ നുണപ്രചരണം നടത്തും, ആരോപണങ്ങൾ ഉന്നയിക്കും, ഞങ്ങളെ വേട്ടയാടും. എത്ര വേട്ടയാടും തോറും ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും, അതിൽ യാതൊരു സംശയമില്ല. വിഷ്ണു, ഞാൻ വരാം, അരുണിലേക്കും വരാം. അതൊക്കെ നോക്കാം. ജൂൺ 4 നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ജൂൺ 4 നമ്മൾ എന്തായാലും ഒരുമിച്ചുണ്ടാകും. ഞാൻ നിങ്ങളുടെ തർക്കത്തിലേക്കല്ല. ഏതു പാർട്ടികളും ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി BJP, വിഷ്ണുവിൻ്റെ പാർട്ടി താമര സംരക്ഷിക്കാൻ നോക്കുന്നു, കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നം സംരക്ഷിക്കാൻ നോക്കുന്നു, CPM-നെ സംബന്ധിച്ച് അവരുടെ ചിഹ്നം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജനങ്ങളെ അണിനിരത്തി ആ ജനങ്ങളുടെ ദേശീയ രാഷ്ട്രീയ പാർട്ടി പദവി സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ഏത് പാർട്ടികളും അവരുടെ അടിത്തറ ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നേ. അതിൽ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. നിലനിൽപ്പിനെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നേ. ചോദ്യം ചെയ്യപ്പെട്ടത് ഈ രാജ്യത്തെ
അത് വളരെ എല്ലാ തെരഞ്ഞെടുപ്പും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നിലനിൽപ്പ് വിഷയം തന്നെയാണ്. അത് പുതിയ കാര്യമൊന്നുമല്ല. അത് കാര്യമൊന്നുമല്ല. ഈ രാജ്യത്ത് 65 എംപിമാരുണ്ടായിരുന്ന ഈ രാജ്യം ഇതെല്ലാം പറയുമ്പോൾ എന്റെ സുഹൃത്തെ കേരളത്തിൽ MP ഉണ്ടോ? നിങ്ങൾക്ക് MLA ഉണ്ടോ? നിങ്ങൾ പോയി UP-ലെങ്ങാനും എന്ന് പറയുന്നത് രസമുണ്ട് കേൾക്കാൻ. അത് വേറെ സ്റ്റേറ്റിലാണെങ്കിൽ കൊള്ളാം. വിഷ്ണു, നിങ്ങൾ പറയുന്ന ഈ സ്റ്റേറ്റിലുണ്ടല്ലോ, നിങ്ങൾക്കൊരു MLA ഇല്ലെന്നേ, നിങ്ങൾക്കൊരു MP ഇല്ലെന്നേ. അത് വിട്. കാരണം ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് MLA ഇല്ല, MP ഇല്ല. പിന്നെ വിഷ്ണു ഈ ആവേശം കൊണ്ടിട്ട് എന്താ കാര്യം? അല്ല, ഞാൻ യാഥാർത്ഥ്യം പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇടപെടുന്നു. അല്ല, യാഥാർത്ഥ്യം നിങ്ങൾ തമ്മിൽ തർക്കിച്ചതാണെന്നേ. ഞാൻ ആ വിഷയം ഒന്ന് അവസാനിപ്പിച്ച് അടുത്തയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ, തർക്കത്തിന് വേണ്ടി പറഞ്ഞല്ല. വീണ്ടും അത് തർക്കത്തിലേക്ക് ഇടണ്ട. ഇവിടെ ശ്രീലാൽ, ഇതെല്ലാം പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട 2 സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വല്ലാത്ത ഒളിച്ചുകളി, ഒരു ആത്മവിശ്വാസമില്ലായ്മ കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? 2, പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആ മുന്നണിയുടെ ധർമ്മം നിറവേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നു? ആ നിലയിൽ മുന്നോട്ട് പോക്കിൻ്റെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് പൊതുവിൽ പുതിയ കാലത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്? ഇപ്പോൾ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളൊക്കെ ഈ കാലത്ത് മോദി മീഡിയയായി മാറിയൊരു കാലത്ത് അതിനപ്പുറത്തേക്കുള്ള പക്ഷേ ഒരു വലിയ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ നവമാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകൾ, യൂട്യൂബ് ചാനലുകൾ, അതിൽ നടക്കുന്ന ചർച്ചകൾ ഒക്കെ ഉത്തരേന്ത്യയിൽ വളരെ സജീവമാണ്. നമ്മളെപ്പോലും അമ്പരപ്പിക്കും വിധമുള്ള കാര്യങ്ങൾ. ഇന്നലെ ചർച്ചയിൽ ശ്രീ KJ ജേക്കബ് പറയായിരുന്നു, അദ്ദേഹം ഇന്നലെ ഒരു ഉത്തരേന്ത്യൻ ഹിന്ദി ഹാർട്ട്ലാൻഡിലെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ അതിൽ നടക്കുന്ന പ്രധാന ചർച്ച BJPക്ക് 272 സീറ്റ് കിട്ടിയില്ല എങ്കിൽ ആരാകും പ്രധാനമന്ത്രി? തീർച്ചയായും അത് ഒന്നാമത്തെ പാർട്ടിയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ വന്നാൽ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ BJPക്ക് കഴിയുമോ? അങ്ങനെ വന്നാൽ പകരം ആരാകും? ഈ ചർച്ചകളുമൊക്കെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ധ്രുവ് റാട്ടിയുടെ വീഡിയോകൾ മില്യൺ വ്യൂസാണ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബീഹാറിൽ തേജസ്വി ബ്ലൂടൂത്ത് സ്പീക്കറുമായി പോയി മോദിയുടെ പഴയകാല പ്രഖ്യാപനങ്ങളൊക്കെ ജനങ്ങളെ ആദ്യം കേൾപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അതിനെ രാഷ്ട്രീയമായി അതേക്കുറിച്ച് സംസാരിക്കുന്നു. ഈ രൂപത്തിലേക്കൊക്കെ വലിയ തോതിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് അവരുടെ മണ്ഡലങ്ങളിൽ തീവ്രമായ നിലയിൽ, വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഈ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നേരത്തെ കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. ഇവർ ഇത്രയും താമസിച്ചിട്ടുണ്ടോ? വളരെ ഈ ഒരു കാര്യത്തിലല്ല, ഈ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഇതുവരെയും അവർ പ്രഖ്യാപനം നടത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം സാധാരണ പ്രഖ്യാപനമില്ല, ആളുകൾക്കറിയാം. കാലങ്ങളായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്നു, ജയിക്കുന്നു, പോകുന്നു. അങ്ങനെ ആയിരുന്നു. നാളെ തീരുകയാണെന്നേ. ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല കോൺഗ്രസ് ഈ പറയുന്ന അയോധ്യയിലേക്ക് പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകണ്ട എന്ന് തീരുമാനിക്കേണ്ട കാര്യത്തിൽ കോൺഗ്രസ് എത്ര സമയമെടുത്തു? അതായത് ഒരു തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് ഇത് വെച്ച് നീട്ടാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് രാത്രി അർദ്ധരാത്രി പ്രഖ്യാപിക്കുക. അർദ്ധരാത്രി ഏതെങ്കിലും പേര് പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ ഇതിലൊരാൾ പ്രഖ്യാപിച്ച എങ്ങനെ വരുമ്പോൾ അല്ല അത് അൽബോസ് ഇല്ലല്ലോ. അല്ല, അൽബോസ് ഇന്ന് ഈ വിഷയത്തിൽ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് അൽബോസിനെ കാണുമ്പോൾ ഞാൻ പറയുന്നത് ആ വിഷയമായിരുന്നു അത്. പോട്ടെ, ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാകും. ഈ പറയുന്ന ഒരു അവസാന ഘട്ടം വരെയും ഇതിന്റെ ഒരു സസ്പെൻസ് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് കോൺഗ്രസ് സസ്പെൻസ് നിർത്താനാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് കടുപ്പമാണ് കേട്ടോ. അല്ല, സസ്പെൻസ് നിർത്താനെന്ന് പറയുമ്പോൾ ഒരാളെ തീരുമാനിച്ചെടുക്കാൻ ഇപ്പോൾ റായ്ബറേലിയിലും അമേഠിയിലും 2 മണ്ഡലങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ പറയുന്നു. അമേഠിയിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ നമുക്ക് ഓർമ്മയില്ലേ? റോബർട്ട് വാധ്ര താൻ സ്ഥാനാർത്ഥിയാണ് എന്നും തനിക്ക് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമുണ്ടെന്നും ജനങ്ങൾ താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു. ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം. വാദ്രയുടെ താല്പര്യം ഒരു തടസ്സമാണോ? വാദ്രയുടെ താല്പര്യം ഒരു ഇഷ്യൂ ആണോ? അല്ല, അത് ആ പ്രശ്നം മാത്രമല്ല, മറ്റൊരു വലിയ പ്രശ്നം മത്സരിക്കാൻ രാഹുലിന് താല്പര്യമില്ലായ്മ എന്നൊരു പ്രശ്നമുണ്ടോ? ഉണ്ടാവുമല്ലോ. തീർച്ചയായും അമേഠിയിൽ പോയി മത്സരിച്ച് വീണ്ടും ഒരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ട എന്ന് ആലോചിക്കാൻ രാഹുൽ ആലോചിച്ചുകൂടാന്നില്ല. കാരണം അമേഠി മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മാറ്റമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ വിഷയങ്ങൾ അങ്ങനെ നിൽക്കുന്നു. നേരത്തെ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഈ മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയും രംഗത്തിറങ്ങുന്നു വെച്ചാൽ അതിന് 2 കാര്യങ്ങളുണ്ട്. അതിന് ഒന്ന്, നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലെ അവിടെ BJPക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമ്പോൾ വിഷയം മാറ്റുന്നു. 2, ആ വിഷയത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ട് എത്തിക്കുക എന്നുള്ള ആവശ്യം കൂടി BJPക്കുണ്ട്. ഈ വിഷയത്തിൽ
പ്രധാനമന്ത്രി പറയുന്ന വിഷയത്തിൽ കോൺഗ്രസ് എന്ത് പരസ്യമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് അനിൽ ബോസിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞത്, അനിൽ ബോസ് ഇവിടെ ഇരുന്ന ചർച്ചയിൽ ഈ നിലപാട് പറയണമായിരുന്നുവെന്ന്. കാരണം ഇവിടെ കോൺഗ്രസ് മുസ്ലിങ്ങളെ പ്രതിരോധിച്ച് രംഗത്തിറങ്ങി കഴിഞ്ഞാൽ അതാണ് BJP ലക്ഷ്യമിടുന്നത്. ആ ഒരു തരത്തിലേക്ക് കോൺഗ്രസിനെ തള്ളിക്കൊണ്ടെത്തിക്കുക. കോൺഗ്രസിനെ അതെന്തായാലും കോൺഗ്രസ് ചെയ്യില്ലല്ലോ, ചെയ്യില്ല. അപ്പോൾ മറുഭാഗത്ത് BJP അവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഭയന്ന് ഇവിടെ സ്വന്തം കൊടി പോലും ഒളിപ്പിക്കുന്നു, വേണ്ടാന്ന് വെക്കുന്നു. പകരം ലീഗിനോടും പറയുന്നത് നിങ്ങളും താഴ്ത്തിക്കോ. അതാണ് ആ തലത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവെത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇനി അടുത്ത 3 or 4 ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഇതൊന്നും ആകില്ലായിരുന്നു. ഇവിടെ പ്രതിരോധത്തിലായി കോൺഗ്രസ് പുറത്തിറങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമായിരുന്നു ഈ വിഷയങ്ങൾ. BJPയുടെ ലക്ഷ്യം അതുകൂടിയാണ്. അല്ലാതെ BJP അവരുടെ വോട്ട് ശതമാനം കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, BJPയുടെ ലക്ഷ്യം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക എന്നുകൂടിയാണ്. ആ സമയത്താണ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്. ഇപ്പോൾ ഈ കാലം അത്രയും BJP പറഞ്ഞത് കോൺഗ്രസ് മുക്ത ഭാരതം ഏതാണ്ട് ആയിക്കഴിഞ്ഞു, കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞു, കോൺഗ്രസിനെ നയിക്കാൻ നേതൃത്വമില്ല, കോൺഗ്രസ് ഇനി ഒന്നുമില്ല, കോൺഗ്രസ് അവസാനിച്ചു എന്ന് പറയുന്ന BJP ആണ് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കും. നിങ്ങൾ താലിച്ചെയിൻ പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, നിങ്ങളുടെ സ്വത്തെടുത്ത് കൊടുക്കും, നിങ്ങളുടെ സ്വർണ്ണമെടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞ് അതെങ്ങനെ ആ നറേഷനിലേക്ക് എത്തുന്നു BJP? കോൺഗ്രസ് ഇല്ലാതായി തീർന്നു എന്ന് പറയുന്ന BJP ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്ന് പറയുന്നു. ഈ ഒരു കോൺട്രഡിക്ഷൻ അവിടെയുണ്ട്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനും അതോടൊപ്പം തന്നെ സ്വന്തം നിലയ്ക്ക് ഇതാണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ഒരു വലിയ നറേഷൻ BJP ഉണ്ടാക്കുന്നു. അത് BJP ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസ്സിന് സ്വന്തമായിട്ട് ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നമ്മൾ നേരത്തെ ശരത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ, വടക്കേ ഇന്ത്യയിൽ നമ്മൾ കാണാത്ത വലിയ തലത്തിലുള്ള ഒരു പ്രചാരണം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഇന്ത്യ മുന്നണി എന്ന തലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രചാരണമാണെന്ന് ഞാൻ കാണുന്നില്ല. സാധാരണക്കാരൻ അവൻ്റെ നിലയിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ്. ഒരുപാട് ഈ സോഷ്യൽ മീഡിയ വീഡിയോസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ജനങ്ങൾ പറയുന്ന മറുപടി തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ ഈ വിലക്കയറ്റവും എല്ലാം തന്നെയാണ്. അത്തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ എവിടെയുണ്ടായി പ്രചാരണം? ഈ പറയുന്ന ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് നടത്തുന്നു, കൂട്ടത്തിൽ കോൺഗ്രസ് നിൽക്കുന്നു. മധ്യപ്രദേശിൽ കോൺഗ്രസ് ഉണ്ട്, അവർ മാത്രമുള്ളതുകൊണ്ട് നടക്കുന്നു. മഹാരാഷ്ട്രയിൽ ചെല്ലുമ്പോൾ ശരത് പവാറും ഒപ്പം തന്നെ ശിവസേനയും നടത്തുന്നു, കൂട്ടത്തിൽ കോൺഗ്രസ് നടക്കുന്നു. ഇങ്ങനെ പോകുന്നു. അല്ലാതെ പശ്ചിമ ബംഗാളിൽ ഒന്നുമില്ല. പശ്ചിമ ബംഗാൾ പോകുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു. ഇങ്ങനെ ഇപ്പോൾ അതാത് തലങ്ങളിൽ പ്രാദേശിക തലത്തിൽ അതാത് പാർട്ടികൾ, ശക്തിയുള്ള പാർട്ടികൾ പ്രചാരണത്തിലിറങ്ങുന്നു, അവർ പ്രചാരണം നടത്തുന്നു, അവരുടെ രീതിയിൽ ജയിച്ചു വരുന്നു. ഇതിനുശേഷം അത് തന്നെയായിരുന്നു നേരത്തെ തീരുമാനിച്ചത്, ഇതിന് ശേഷം ആലോചിക്കാമെന്ന്. ആ തലത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. അപ്പോഴും ഇവിടെ നമ്മൾ കാണാതെ പോകുന്നൊരു അണ്ടർ കറണ്ട് നോർത്ത് ഇന്ത്യയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവിടെ വലിയ തോതിൽ സാധാരണക്കാരിറങ്ങി നിന്നുകൊണ്ടുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. റൈറ്റ് വിഷ്ണു, ഞാൻ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച 2 സാഹചര്യങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ഒന്ന്, നാരീശക്തി എന്ന ക്യാമ്പയിനെ തന്നെ വലിയ തോതിൽ, അല്ലെങ്കിൽ ആ വലിയ പ്രചാരണത്തെ തന്നെ ആകെ ഇടിച്ചു താഴ്ത്തും വിധമാണ് കർണാടകയിലെ ഈ സംഭവം, പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട സാഹചര്യം. രണ്ടാമത്, ഞാൻ ഈ പറഞ്ഞ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വിവരങ്ങൾ. ഇന്നിപ്പോൾ ഒടുവിൽ കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം തന്നെ മാറ്റേണ്ടിയും വന്നിട്ടുണ്ട്. കോവിഷീൽഡിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം മാറ്റിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടാണ്. അത് മുൻപും അങ്ങനെ തന്നെയായിരുന്നു. അത് തിരഞ്ഞെടുപ്പാകുമ്പോൾ സർക്കാരിൻ്റെ പല പരിപാടികളിൽ നിന്നും പല കാര്യങ്ങളും പിൻവലിക്കേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സർക്കാരിൻ്റെ പരസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും. നാരീശക്തിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സ്ഥാനാർത്ഥികളെപ്പറ്റി ആർക്കും പരാതിയില്ല. NDAയുടെ സ്ഥാനാർത്ഥി ജനതാദളിൻ്റെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ അത് അന്വേഷിക്കേണ്ടതിൽ യാതൊരു തടസ്സവും ഞങ്ങൾ കാണുന്നില്ല. അന്വേഷണങ്ങളിൽ അന്വേഷിക്കട്ടെ. പല നേതാക്കൾക്കെതിരെ ആരോപണങ്ങളുണ്ടായിരുന്നു. ഇവിടെ KC വേണുഗോപാലിനെതിരെ പരാതി ഉണ്ടായിരുന്നല്ലോ, ഹൈബീഡിനെതിരെ പരാതി ഉണ്ടായിരുന്നല്ലോ, CPM നേതാവിൻ്റെ MLA PK ശശിക്കെതിരെ പരാതി ഉണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് ഇന്ന് ജോലി ചെയ്യുന്ന CPMൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരോപണങ്ങളെല്ലാം ഉണ്ടാകും. അത് കൃത്യമായി എല്ലാ അന്വേഷണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടും അന്വേഷിച്ച് അവർ തെറ്റുകാരാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. അതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. സ്ത്രീകളുടെ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങൾക്കും മൂല്യങ്ങൾക്കും തന്നെയാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും വേണമെന്ന് പറയുന്നു. പ്രാദേശിക BJP നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകിയിരുന്നു. അതെല്ലാം അവഗണിച്ച് ഇത്ര മുൻധാരണയുണ്ടായിരുന്നു ഇയാളെക്കുറിച്ചും ഈ വിഷയങ്ങളെക്കുറിച്ചും. അതെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം മറച്ചുവെച്ച്, അല്ലെങ്കിൽ അതൊന്നും പ്രശ്നമല്ല എന്ന മട്ടിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് വന്ന ആ പാർട്ടിയും മുന്നണിയും പ്രധാനമന്ത്രിയും എല്ലാം ഇന്നിപ്പോൾ ആളുകളുടെ മുമ്പിൽ വലിയ തോതിൽ വിമർശന വിധേയമായി നിൽക്കുകയാണ്. താങ്കൾ പറഞ്ഞല്ലോ, അത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങൾ. അല്ല, ഞാനൊരു കാര്യത്തിൽ നിഷ്കളങ്കമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല.
സ്ഥാനാർത്ഥി ജനതാദളിൻ്റെതാണ്, അവരാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത്. BJP സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിലല്ലോ അദ്ദേഹം മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾക്കെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഉത്തരം പറയേണ്ടത്, അത് BJP അല്ല ഉത്തരം പറയേണ്ടത്. കോടതി അന്വേഷിക്കട്ടെ, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. നിരവധി നേതാക്കൾക്ക് ആക്ഷേപങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവാറുണ്ട്. അത് അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഞങ്ങൾ അതിലൊന്നും യാതൊരു തടസ്സവും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയി കാര്യങ്ങൾ കണ്ടെത്തണമെന്ന് തന്നെയാണ് BJP. അതായത് അരുൺകുമാർ, അദ്ദേഹം ഇപ്പോൾ വിഷ്ണു ഇത് ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിപരമായ പ്രശ്നം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതിനെ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു. ഇവിടെ മോദി സർക്കാർ, പ്രധാനമന്ത്രി നേരിട്ട് മുമ്പ് മോദി ഗ്യാരണ്ടിയുടെ ഭാഗമായി നാരീശക്തി എന്ന് പറയുന്ന ഒരു വലിയ, കേരളത്തിലൊക്കെ വന്ന ഏറ്റവും അധികം, അതുമായി വനിതാ സമ്മേളനം വരെയൊക്കെ നടത്തിയതൊക്കെ നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പയിനെ മുന്നോട്ട് കൊണ്ടുപോയ പ്രധാനമന്ത്രിയുടെ കാലത്ത് ആ പാർട്ടി, ആ മുന്നണിക്ക് ഇന്നിപ്പോൾ ആ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ബ്രിജ്ഭൂഷണെ സ്ഥാനാർത്ഥി ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഏറ്റവും പ്രബലനായിട്ടുള്ളത്. എനിക്കൊന്ന് ശ്രീലാലിന് കുറേ കൂടി നന്നായി അതറിയാം. ബ്രിജ്ഭൂഷൺ അദ്ദേഹത്തെ MP സ്ഥാനത്ത് നിന്ന് മാറ്റി മകന് സീറ്റ് കൊടുക്കേണ്ട നിർബന്ധിതമായ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ ആ ഒരു വിഷയം മാത്രമല്ല, നാരീശക്തി എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ തന്നെ പുറത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് BJP പോയോ? പ്ലസ് കോവിഷീൽഡ്. തീർച്ചയായും ഇപ്പോൾ നാരീശക്തിയുടെ വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയത്. അതുപോലെ സ്ത്രീ സംവരണ ബില്ല് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് വലിയ തരത്തിൽ നുണപ്രചോദനം നടത്തുന്നുണ്ട്. ഭാവിയിൽ ഇവിടെ മണ്ഡല പുനർനിർണ്ണയം നടക്കണം, സെൻസസ് നടക്കണം, എന്തെല്ലാം നടന്നാലാണ് സ്ത്രീ സംവരണം നടപ്പാക്കാൻ കഴിയുക? അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ പ്രചരണം നടക്കുമ്പോഴാണ് ഇപ്പോൾ പ്രജിത് രേവണ്ണയുടെ വിഷയവും അതുപോലെ തന്നെ ഇപ്പോൾ ബ്രിജ്ഭൂഷണുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറ്റ് നിഷേധിച്ച കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ വലിയ തരത്തിൽ സ്ത്രീകൾക്കിടയിൽ BJP സർക്കാരിനുള്ള എതിരായിട്ടുള്ള ഒരു വികാരമുണ്ട്. അതിനെ വളരെ ോടെ നേരിടാൻ BJP ശ്രമിച്ചാൽ ഒട്ടും അത് നേരിടാൻ കഴിയില്ല. രണ്ടാമത് ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറയുകയാണ്, തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ നടക്കുന്നു അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡത്തിന്റെ ഭാഗമായിട്ടാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാറ്റിയതെന്ന്. എന്നാ ഫോട്ടോ മാറ്റിയത്? ഇന്നാണ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും മാറ്റിയത്. ഇന്നാണ് 190 ലോകസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു. എന്തിയെ 190 ലോകസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതായത് കോവിഷീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് അത് ഉണ്ടാക്കിയ കമ്പനി തന്നെ UK ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത് വലിയ തരത്തിൽ അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തപ്പോൾ ആ മണിക്കൂറുകൾക്കുള്ളിൽ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാറുകയാണ്. നിങ്ങൾ തന്നെയാണ്, പ്രധാനമന്ത്രി തന്നെയാണ് മോഡി ഗ്യാരണ്ടിയായി എല്ലാവർക്കും വാക്സിനേഷൻ എന്നും പറഞ്ഞ് വീണ്ടും ഗീർവാണങ്ങൾ, നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വച്ചിട്ട് പ്രചരണം നടത്തുകയും ചെയ്തത്. അപ്പോൾ 190 മണ്ഡലത്തിലെ പ്രചരണം കഴിഞ്ഞപ്പോൾ അത് മാറ്റേണ്ടി വന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയമാണ്. ജനങ്ങൾ വളരെ ഗൗരവത്തോടെ ഇത് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഉയർന്നു വരുന്ന മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളിലും BJPക്ക് മറുപടി പറയാൻ കഴിയാതെ പ്രചരണ രംഗത്ത് നിന്ന് അതിൽ നിന്ന് പിന്മാറുമ്പോൾ മറുഭാഗത്ത് തീവ്ര വർഗീയ അജണ്ട ആളിക്കത്തിക്കുക, മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കുക, ഈ രാജ്യത്തെ തന്നെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായി മുന്നോട്ട് പോകുക. അത് നിങ്ങൾ മാധ്യമങ്ങളെ കയ്യിൽ ഒതുക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ പൊതുയോഗങ്ങളിലൂടെ എല്ലാം വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ ശക്തമായിട്ടുള്ള മുദ്രാവാക്യമായി BJPക്കെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്തിമമായി ഇപ്പൊ BJP പ്രതിനിധി പറഞ്ഞോണം, ജൂൺ 4 നമുക്ക് കൃത്യമായി ഇതിന്റെ ഫലം ജനങ്ങൾക്ക് കിട്ടും. നമുക്കത് അന്നാവാം, നമുക്ക് ഈ റിസൾട്ട് വന്നതിന് ശേഷമാകാം. ശ്രീലാലിന്റെ കൂടി ഒരു അവസരം. ഉയർന്നു വരുന്ന പുതിയ പ്രശ്നങ്ങൾ ഇത് കോവിഷീൽഡ് എല്ലാം പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? അതിപ്പോൾ പ്രധാനമന്ത്രി ചില മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചതിന് കിട്ടിയ ഒരു തിരിച്ചടിയായിട്ട് മാത്രം കണ്ടാൽ മതി. പക്ഷേ അതല്ല ഞാൻ പറയുന്നത്. ഈ പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ ഇപ്പോൾ വിഷ്ണുവിനെ പോലുള്ള ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഇതിനെ പരസ്യമായി തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അയാളെ എതിർക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നാളെ മോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ JP നഡ്ഡയോ ഇക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ നിലപാട് മാറും. ഇപ്പോൾ അത് പോലീസ് അന്വേഷിക്കട്ടെ, നടക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ശക്തിയുക്തം എതിർക്കും. പക്ഷെ അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത്തരം വലിയ തെറ്റെന്ന് പറഞ്ഞാൽ വലിയ തെറ്റ് ചെയ്ത ഒരാളെ അയാളെ തള്ളിപ്പറയാൻ ഈ ചെറുപ്പക്കാർ തയ്യാറാകണം. അതിന് പാർട്ടി നേതൃത്വം എന്ത് പറയുന്നു വരെ കാത്തിരിക്കേണ്ടത് ഒരു കഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ അവസാനം ഒരു കാര്യം കൂടെ പറയാം. 2019 ഉണ്ടായിരുന്ന അത്ര ഒരു നല്ല വിക്കറ്റിലല്ല 2024 BJP ബാറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, ഏതായാലും ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് വരുന്ന വിഷയങ്ങൾ വളരെ സമഗ്രമായി ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്തു വരുന്നത്. 3 പേർക്കും വളരെയധികം നന്ദി. ചർച്ചയിൽ തുടക്കത്തിൽ സംസാരിച്ച ശേഷം കലഹിച്ചാണെങ്കിലും പ്രതിഷേധിച്ചും വിയോജിച്ചുമാണെങ്കിലും പുറത്തുപോയ അല്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് ബഹിഷ്കരിച്ച് വേണ്ട എന്ന് വെച്ചുപോയ സുഹൃത്ത് അനിൽ ബോസിനും ഈ ചർച്ചയിൽ വരാനും അഭിപ്രായങ്ങൾ പറയാനും ആ ഘട്ടത്തിൽ തയ്യാറായതിന് നന്ദി പ്രത്യേകം അറിയിക്കട്ടെ.